നമസ്കാരം, ഞാൻ ആതിര വിജിയാണ്. വെൽക്കം ടു മൈ ചാനൽ വിജി എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ വരുന്ന ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിലെ നെക്സ്റ്റ് വരുന്ന സെക്ഷൻസ് ആണ്. കഴിഞ്ഞ നമ്മൾ എത്ര സെക്ഷൻ വരെ പഠിച്ചു? 35 വരെയുള്ള സെക്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കി. ഇപ്പൊ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്ഷൻ 36 മുതലാണ്. ഈ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്ന സെക്ഷനാണ് സെക്ഷൻ 36. എന്താണ് സെക്ഷൻ 36 എന്ന് വെച്ചാൽ, ഈ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, അതിന് ജില്ലാ ഫോറം എന്ന് അറിയപ്പെടുമെന്ന് പറഞ്ഞു. 1986 ജില്ലാ ഫോറം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ജില്ലാ ഫോറത്തിൽ പരാതി വേണമെങ്കിൽ ആർക്ക്? ഈ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന് വേണമെങ്കിൽ പരാതി സ്വീകരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അത് നിരസിക്കുകയും ചെയ്യാം. എന്താണ്? വേണമെങ്കിൽ പരാതി ജില്ലാ കമ്മീഷന് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ അത് നിരസിക്കാം. പക്ഷേ ഒരാളുടെ വാദം, ആ പരാതിക്കാരന്റെ വാദം കേട്ട ശേഷം മാത്രമേ പരാതി നിരസിക്കാൻ പാടുള്ളൂ. പരാതിക്കാരന്റെ വാദം കേട്ട ശേഷം മാത്രമേ പരാതി നിരസിക്കാൻ പാടുള്ളൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പരാതി ലഭിച്ച് 21 ദിവസത്തിനകം ആ പരാതി സ്വീകരിക്കണമോ നിരസിക്കണമോ എന്ന് ഈ ജില്ലാ കമ്മീഷന് തീരുമാനിക്കും. ജില്ലാ തർക്കപരിഹാര കമ്മീഷന് സ്വീകരിക്കാനുള്ള കാലാവധി എന്ന് പറയുന്നത് 21 ദിവസമാണ്. 21 ദിവസത്തിനകം ആ പരാതി വേണമെങ്കിൽ സ്വീകരിക്കണോ അതോ നിരസിക്കണമോ എന്ന് തീരുമാനിക്കാം. ഇനി ആ 21 ദിവസത്തിനകം അവർ തീരുമാനിച്ചിട്ടില്ല, 21 ദിവസം തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ എന്തായിട്ട് കണക്കാകും? ആ പരാതി സ്വീകരിച്ചതായിട്ട് കണക്കാക്കും. പരാതിക്കാരന്റെ പരാതി സ്വീകരിച്ചതായി കണക്കാക്കും. ആഫ്റ്റർ 21 ഡേയ്സ്, 21 ദിവസത്തിന് ശേഷവും ഒരു നടപടിയും കൈക്കൊണ്ടില്ലെങ്കിൽ പരാതി സ്വീകരിച്ചതായിട്ട് കണക്കാക്കും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 36. അതുപോലെ തന്നെ ഒരു പരാതി കേൾക്കുമ്പോൾ, ഒരു പരാതി സ്വീകരിക്കുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം? നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു പ്രസിഡന്റും 2 മെമ്പേഴ്സും കുറയാത്ത വ്യക്തികളായിരിക്കണം, അതിൽ അംഗങ്ങളായിരിക്കണം. ഈ പരാതി സ്വീകരിക്കുമ്പോൾ മിനിമം കോറം, മിനിമം ആൾക്കാർ എത്രയെന്ന് ചോദിച്ചാൽ ഒരു പ്രസിഡന്റും ഒരു സിറ്റിംഗ് പ്രസിഡന്റും കാണണം, അതുപോലെ തന്നെ ഒരു മെമ്പറും കാണണം. എന്താണ്? ഒരു സിറ്റിംഗ് പ്രസിഡന്റും കാണണം. ഒരു മെമ്പറിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ആ പരാതി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വീകരിക്കാനോ നിരസിക്കാനോ പറ്റുള്ളൂ എന്ന് പറയുന്ന സെക്ഷൻ കൂടിയാണ് സെക്ഷൻ 36. എന്താണ് സെക്ഷൻ 36 എന്ന് ചോദിച്ചപ്പം, പരാതി വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ നിരസിക്കാം, പക്ഷെ പരാതിക്കാരനിൽ നിന്ന് വാദം കേട്ട ശേഷം മാത്രമേ നിരസിക്കാൻ പാടുള്ളൂ. 21 ദിവസത്തിനകം തന്നെ ഒരു തീരുമാനം കൈക്കൊള്ളണം, ആ പരാതി സ്വീകരിക്കണോ വേണ്ടയോ എന്ന്. ആഫ്റ്റർ 21 ഡേയ്സ്, 21 ദിവസത്തിനകം ആ പരാതി എന്താണ് ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ പരാതി സ്വീകരിച്ചതായി കണക്കാക്കും. ഇതിലെ മിനിമം കോറം എന്ന് പറയുന്നത് ഒരു സിറ്റിംഗ് പ്രസിഡന്റും അതുപോലെ തന്നെ ഒരു മെമ്പറുമാണ് മിനിമം കോറം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 36. അടുത്ത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 37. എന്താണ് സെക്ഷൻ 37? മധ്യസ്ഥതയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫസ്റ്റത്തിൽ ആ ടേം ഇല്ല, മധ്യസ്ഥത. ഈ 2019 നിയമം വന്നപ്പോഴാണ് ഈ മധ്യസ്ഥത എന്ന് പറഞ്ഞ ടേം ആഡ് ചെയ്തത്. എന്താണ് മധ്യസ്ഥത എന്ന് വെച്ചാൽ, ഈ പരാതിക്കാരനും എതിർകക്ഷിയും ഉണ്ടല്ലോ, ആ എതിർകക്ഷിയും തമ്മിൽ മധ്യസ്ഥതയ്ക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ട്. മധ്യസ്ഥത എന്ന് വെച്ചാൽ ഇപ്പം അവർ സംസാരിച്ചൊരു തീരുമാനം, കേസിനൊന്നും പോകണ്ട, പരാതിയിലൊന്നും പോകണ്ട എന്ന് പറഞ്ഞൊരു തീരുമാനം മധ്യസ്ഥ വഴി സംസാരിച്ചൊരു തീരുമാനം കൈക്കൊള്ളണമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതമായത് എന്നാണ് പറയുന്നത്. അപ്പം മധ്യസ്ഥതയ്ക്ക് ഒരു ചാൻസ് ഉണ്ട് എന്ന് ഈ തർക്കപരിഹാര കമ്മീഷന് ബോധ്യപ്പെട്ടാൽ, ജില്ലാ തർക്കപരിഹാര കമ്മീഷന് മധ്യസ്ഥതയ്ക്ക് ചാൻസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? സമ്മതപത്രം നൽകണമെന്നാണ് പറയുന്നത്. എന്താണ്? ഈ എതിർകക്ഷിയും പരാതിക്കാരനും തമ്മിൽ ഒരു മധ്യസ്ഥതയ്ക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് ജില്ലാ തർക്കപരിഹാര കമ്മീഷന് ബോധ്യപ്പെട്ടാൽ അവർ അതിനുവേണ്ടി മധ്യസ്ഥതയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും 5 ദിവസത്തിനകം ഒരു സമ്മതപത്രം നൽകണമെന്നും പറയും. അത് നേരെ എങ്ങോട്ടാണ് പോവേണ്ടത്? ഈ സമ്മതപത്രം നൽകേണ്ടത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അത് മധ്യസ്ഥതാ സെല്ലുകളുണ്ട്. അതായത് മധ്യസ്ഥതയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന കുറച്ച് സെല്ലുകൾ, മധ്യസ്ഥതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനു വേണ്ടിയായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് മധ്യസ്ഥതാ സെല്ലുകൾ. ആ മധ്യസ്ഥതാ സെല്ലുകളിലേക്ക് കുറഞ്ഞത് 5 ദിവസത്തിനകം തന്നെ സമ്മതപത്രം കൈമാറണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 37. സെക്ഷൻ 37 എന്ന് വെച്ചാൽ മധ്യസ്ഥതയെ കുറിച്ചാണ്. മധ്യസ്ഥതയിൽ പറയുന്നത് 5 ദിവസത്തിനകം മധ്യസ്ഥതയ്ക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സമ്മതപത്രം മധ്യസ്ഥതാ സെല്ലുകൾക്ക് കൈമാറണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് സെക്ഷൻ 38. എന്താണ് സെക്ഷൻ 38? നമ്മൾ ഒരു പരാതി സ്വീകരിച്ചു, ഒരാൾ കൊടുക്കുന്ന പരാതി ഈ ജില്ലാ തർക്കപരിഹാര കമ്മീഷൻ സ്വീകരിച്ചു. ആ പരാതി ലഭിച്ചു, ആ പരാതിയെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയാണ്. ഈ പരാതി ലഭിച്ച് 21 ദിവസത്തിനകം, എത്ര ദിവസമാണ്? 21 ദിവസത്തിനകം
എതിർകക്ഷിയായിട്ട് ആരുടെ മേലാണോ കുറ്റാരോപിതനായത് ആ എതിർകക്ഷിക്ക് 21 ദിവസത്തിനകം നോട്ടീസ് അയക്കണം. എന്താണ്? 21 ദിവസത്തിനകം പരാതിയുടെ പകർപ്പ് അല്ലെങ്കിൽ ഇതാണ് പരാതി, നിങ്ങളെ കുറിച്ചൊരു പരാതി എനിക്ക് ലഭിച്ചിട്ടുണ്ട്, കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പരാതിയുടെ പകർപ്പ് ആർക്ക് അയക്കണം? എതിർകക്ഷിക്ക് 21 ദിവസത്തിനകം ഈ ജില്ലാ തർക്കപരിഹാര കമ്മീഷൻ അയക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. 21 ദിവസത്തിനകം പരാതിയുടെ പകർപ്പ് എതിർകക്ഷിക്ക് അയക്കണം. ഇനി എതിർകക്ഷിക്ക് തന്റെ ഭാഗം വിശദീകരിക്കുന്നതിന് വേണ്ടി എത്ര ദിവസമാണ് അലോട്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാം. 30 ദിവസത്തിനകം എതിർകക്ഷിക്ക് തന്റെ ഭാഗം വന്ന് പറയാം. ഇതേപോലെയാണ് സംഭവിച്ചത്, എന്താണെന്ന് തന്റെ ഭാഗത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്നത് 30 ദിവസം. അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് എത്ര വരെ കൊടുക്കാം? 15 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ടോട്ടൽ 45 ദിവസമായിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എത്ര ദിവസത്തിനകം നോട്ടീസ് അയക്കണം എന്ന് ചോദിച്ച് എത്രയാണ് വരുന്നത്? 21 ദിവസം. 21 ദിവസത്തിനകം നോട്ടീസ് അയക്കണം. എന്നിട്ട് എതിർകക്ഷി തന്റെ ഭാഗം വിശദീകരിക്കുന്നതിന് കൊടുക്കുന്ന ദിവസം 30 ദിവസം. അതിൽ 15 ദിവസം കൂടി എന്തെങ്കിലും മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ 15 ദിവസം കൂടി നീട്ടി നൽകി ടോട്ടൽ 45 ദിവസം വരെ കൊടുക്കാവുന്നു ഇത് പറയുന്നുണ്ട്. കൂടാതെ പരിശോധനയ്ക്കും സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും പരിശോധന ആവശ്യമായിട്ട് വരും. ഇപ്പൊ ഒരാൾ ഒരു കേസ് കൊടുക്കുകയാണ്, അപ്പൊ ആ ഒരു കേസിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവർക്ക് ഈ ജില്ലാ തർക്കപരിഹാര കമ്മീഷന് പരിശോധനയ്ക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ പരിശോധനയ്ക്കും പിന്നെ അതുപോലെ തന്നെ സാമ്പിൾ എടുക്കണമല്ലോ. ഇപ്പൊ ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ സാമ്പിൾ കളക്ട് ചെയ്യണം. അങ്ങനെയുള്ള സാമ്പിളൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 45 സാമ്പിൾ കളക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ ജില്ലാ തർക്കപരിഹാര കമ്മീഷനുണ്ട്. അങ്ങനെയുള്ള സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടേണ്ടത് എപ്പോഴാണ്? 45 ദിവസത്തിനകം റിപ്പോർട്ട് കിട്ടണമെന്നാണ് പറയുന്നത്. എന്താണ്? സാമ്പിൾ, എന്തെങ്കിലും കേസ് വന്നിട്ട് അതിന്റെ സാമ്പിൾ കളക്ട് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് കിട്ടേണ്ട കാലാവധി എന്ന് പറയുന്നത് 45 ദിവസമാണ്. ഈ പരിശോധനയുടെ ചെലവ് ഫുള്ള്, എന്തൊക്കെയാണ് പരിശോധന, അതിനു വേണ്ടി വന്ന ചെലവ് ഫുള്ള് വഹിക്കേണ്ടത് ആരായിരിക്കണം? പരാതിക്കാരനായിരിക്കണം. പരിശോധന ചെലവ് മൊത്തത്തിൽ വഹിക്കാനുള്ളത് പരാതിക്കാരനാണ്. അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ചില കേസുകളിൽ പരിശോധന ആവശ്യമായി വരും, ചില കേസുകളിൽ പരിശോധന വേണ്ടായിരിക്കും. പരിശോധന ആവശ്യമായി വരുന്ന കേസുകളിലാണെങ്കിൽ 5 മാസം നൽകി എന്താണ് നോട്ടീസ് നൽകിയിട്ട് 5 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? തീരുമാനം കൈക്കൊള്ളണം. പരിശോധന ആവശ്യമാണെങ്കിൽ നോട്ടീസ് നൽകി, പരാതിക്കാരന് നോട്ടീസ് അല്ലെങ്കിൽ എന്താണ് എതിർകക്ഷിക്ക് നോട്ടീസ് നൽകി 5 മാസത്തിനകം അതിന് തക്കതായ നടപടികൾ കൈക്കൊള്ളണം. എന്നാൽ പരിശോധന ആവശ്യമില്ലാത്ത സാഹചര്യമാണെങ്കിൽ, പരിശോധന ആവശ്യമില്ലാത്ത കേസാണെങ്കിൽ എത്രയാണ്? നോട്ടീസ് നൽകി 3 മാസം. ഓർമ്മിച്ചു വയ്ക്കുക, നോട്ടീസ് നൽകി 3 മാസമാണെങ്കിൽ പരിശോധന വേണ്ടാത്ത, ജസ്റ്റ് ഒന്നിങ്ങനെ അവർ ഫസ്റ്റ് ആദ്യമേ നമുക്ക് മനസ്സിലാവും എന്താണ് കാര്യം, അങ്ങനെ മനസ്സിലാവുന്ന കേസുകളിലാണെങ്കിൽ 3 മാസം. എന്നാൽ പരിശോധന വേണം, സാമ്പിൾ കളക്ട് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കേസുകളിലാണെങ്കിൽ എത്ര വരെ പോകും? 5 മാസം വരെ പോകുമെന്നാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 38 പറയുന്നത്. ഇനി ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനൊരു സിവിൽ കോടതിയുടെ അധികാരമാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ അഥവാ ജില്ലാ ഫോറത്തിനൊരു സിവിൽ കോടതിയുടെ അധികാരം കൂടി ഉണ്ടെന്നും കൂടി ഇത് പറയുന്നുണ്ട്. ഇനി പറയുന്നത് ഈ സിവിൽ കോടതിയുടെ അധികാരം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു കോടതിയുടെ അധികാരം എന്താണ്? സാക്ഷികളെ വിളിച്ചു വരുത്താം, വിസ്തരിക്കാം, തെളിവെടുപ്പ് നടത്താം, വേണ്ട നടപടികൾ കൈക്കൊള്ളാം, വേണമെങ്കിൽ സാമ്പിൾ കളക്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, സത്യവാങ്മൂലം ഒക്കെ ചെയ്യിപ്പിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ സിവിൽ കോടതിയുടെ അധികാരം നൽകുന്നതിലൂടെ ജില്ലാ ഫോറത്തിന് വേണമെങ്കിൽ സാക്ഷികൾക്ക് സമൻസ് അയക്കാം, തെളിവെടുപ്പ് നടത്താം, സത്യവാങ്മൂലം നടത്താം, സാക്ഷി വിസ്താരം നടത്താം, അതിന് വേണ്ടുന്ന നടപടികളൊക്കെ കൈക്കൊള്ളാം. ഇതിനുള്ള എല്ലാ അധികാരവും ജില്ലാ ഫോറത്തിന് നൽകപ്പെട്ടിരിക്കുന്നു എന്നും കൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ചത് എന്താണ്? സെക്ഷൻ 38 പരാതിയുടെ 21 ദിവസത്തിനകം നോട്ടീസ് നൽകണം. ഇനി എതിർകക്ഷിക്ക് അവരുടെ ഭാഗം വിശദീകരിക്കാനുള്ളത് 30 ദിവസവും പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് 15 ദിവസം, അങ്ങനെ ടോട്ടൽ 45 ദിവസം. ഇനി പരിശോധനയ്ക്ക് സാമ്പിൾ കളക്ട് ചെയ്യാൻ പോകാവുന്നതാണ്. സാമ്പിൾ കളക്ട് ചെയ്ത് റിപ്പോർട്ട് കിട്ടേണ്ടത് 45 ദിവസത്തിനകം ആയിരിക്കണം. പരിശോധന ആവശ്യമില്ലെങ്കിൽ 3 മാസവും, പരിശോധന ആവശ്യമുണ്ടെങ്കിൽ 5 മാസത്തിനകവുമാണ് അതിൽ നടപടികൾ കൈക്കൊള്ളേണ്ടത്. കൂടാതെ ഒരു സിവിൽ കോടതിയുടെ അധികാരം കൂടി ആർക്കുണ്ട്? ഈ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ഉണ്ടെന്നും കൂടി പറയുന്നു. പിന്നെ സമൻസ്, തെളിവെടുപ്പ്, സത്യവാങ്മൂലം എന്നീ കാര്യങ്ങളും ആർക്കുണ്ട്? ഈ ജില്ലാ ഫോറത്തിന് ഉണ്ടെന്ന കാര്യങ്ങളും ഓർക്കുക. ഇനി അടുത്ത് പറയുന്നത് സെക്ഷൻ 39 ആണ്. സെക്ഷൻ 39 എത്രയാണ്? സെക്ഷൻ 39 നടപടികളാണ്. എന്തൊക്കെയാണ് അതിന്റെ നടപടികൾ? ഇവർ കൈക്കൊള്ളുന്ന നടപടികൾ എന്നാണ് പറയുന്നത്. എന്താണ് നടപടികൾ? ഇതിലൊരു കുറ്റക്കാരനാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവരൊരു ശിക്ഷ വിധിക്കും. ഈ ജില്ലാ ഫോറം ഒരു ശിക്ഷ വിധിക്കും.
ഇനി പറയുകയാണ് ഇങ്ങനെ നടപടികൾ കൈക്കൊള്ളുമ്പോൾ, അതായത് ഒരു സിറ്റിംഗ് പ്രസിഡന്റും ഒരു മെമ്പറിന്റെ മിനിമം കോറം വേണമെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അന്വേഷിക്കുന്ന ഒരു കേസായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. മിനിമം കോറം 2 ആണ്. അപ്പൊ ഒരാൾ പറയണം അയാൾ കുറ്റക്കാരനാണ് തെളിയിക്കപ്പെട്ടു, ഒരാൾ പറയണം ഇല്ല പറ്റൂല. അങ്ങനെ ഒരു ശിക്ഷാവിധിയിലൊക്കെ ചിലപ്പം അഭിപ്രായ വ്യത്യാസം വരും. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം വരികയാണെങ്കിൽ മൂന്നാമത്തെ ഒരു വ്യക്തിയും കൂടെ ഉണ്ടല്ലോ, ടോട്ടൽ 3 പേരാണല്ലോ പറയുന്നത്, ഒരു കമ്മീഷണർ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റും 2 അംഗങ്ങളും. അതിൽ അത് പരിശോധിക്കുന്നത് ഒരാളോ ഒരു അംഗവും ഒരു കമ്മീഷണറും ആയിരിക്കും, ഒരു പ്രസിഡന്റും ആയിരിക്കും. ഇനി മാറി നിൽക്കുന്ന ഒരാളുടെ ഒരു അംഗത്തിന്റെ എന്ത് ചെയ്യണം, അഭിപ്രായം കൂടി ഇതിൽ കണക്കിലെടുക്കും. എന്തെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ മൂന്നാമത്തെ ആളുടെ എന്ത് ചെയ്യും, അഭിപ്രായം കൂടി കണക്കിലെടുത്തായിരിക്കും നടപടി എടുക്കേണ്ടത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 39. അപ്പം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ ഇവർ രണ്ടുപേരിൽ വരികയാണെങ്കിൽ മൂന്നാമത്തെ അംഗത്തിന്റെ അഭിപ്രായം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 39. ഇനി പറയുന്നത് സെക്ഷൻ 40. സെക്ഷൻ 40 പറയുന്നത് എന്താണ്, വേണമെങ്കിൽ നമുക്ക് ഈ വിധി പുനഃപരിശോധന ചെയ്യാം. അത് ഒന്നെങ്കിൽ ഈ കമ്മീഷന് സ്വമേധയാലും ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും പരാതിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം എന്ത് ചെയ്യാം, അപേക്ഷ സ്വീകരിച്ചിട്ടും ചെയ്യാം, സ്വമേധയാ വേണമെങ്കിലും കമ്മീഷന് വിധി പുനഃപരിശോധിക്കാം. എന്താണ്, സ്വമേധയാ അല്ലെങ്കിൽ അപേക്ഷയിലൂടെയോ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരവും ആർക്ക് തന്നെയാണുള്ളത്, ഈ ജില്ലാ ഫോറത്തിന് തന്നെയാണ്. ഈ പുനഃപരിശോധനയുടെ ഡേറ്റ് എന്ന് പറയുന്നത് വിധി വന്ന് 30 ദിവസത്തിനകമായിരിക്കണം വിധിയെ പുനഃപരിശോധനയ്ക്ക്, അല്ലെങ്കിൽ 30 ദിവസത്തിനകം വിധി പുനഃപരിശോധനയ്ക്കുള്ള അപേക്ഷ ലഭിച്ചിരിക്കണം. എങ്ങനെയാണ്, വിധി വന്നിട്ട് 30 ദിവസത്തിനകം ഈ പുനഃപരിശോധനയ്ക്കുള്ള എന്ത് ലഭിച്ചിരിക്കണം, അപേക്ഷ അല്ലെങ്കിൽ സ്വമേധയാലും കേസ് എടുത്തിരിക്കണം, അപേക്ഷ സ്വീകരിച്ചിരിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 40. അപ്പം വിധിയുടെ പുനഃപരിശോധന പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 40. ഇനി പറയുന്നത് സെക്ഷൻ 41. സെക്ഷൻ 41 എന്താണ്, അപ്പീലുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 41. വിധി വന്ന് ആ വിധി തൃപ്തനല്ലെന്ന് തോന്നുകയാണെങ്കിൽ ആർക്ക് അപ്പീൽ പോവാം, പരാതിക്കാരനും പോകാൻ പറ്റും, അല്ലാതെ തന്നെ ആർക്കും പോകാൻ പറ്റും, കുറ്റാരോപിതനായ വ്യക്തിക്കും പോകാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ സെക്ഷൻ 41 അപ്പീലിന് പോകാം. ഈ അപ്പീലിന് പോകേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ജില്ലാ കമ്മീഷനിലാണ് നമ്മൾ പോയതെങ്കിൽ, ആദ്യം പരാതി കൊടുക്കാൻ ജില്ലാ കമ്മീഷനിലാണ് പോയെങ്കിൽ നേരെ അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഹെഡ് അതോറിറ്റി ആരൊക്കെ ആയിരിക്കും, സംസ്ഥാന തർക്കപരിഹാര കമ്മീഷനിലോട്ടായിരിക്കണം പോവാനുള്ളത്. അപ്പൊ അപ്പീൽ കൊടുക്കേണ്ടത് ടോപ്പ് അതോറിറ്റി, അതിന് തൊട്ട് മുകളിലത്തെ അതോറിറ്റിക്ക് ആയിരിക്കണം കൊടുക്കാനുള്ളത്. അതാണ് സംസ്ഥാന തർക്കപരിഹാര കമ്മീഷൻ ആയിരിക്കണം അപ്പീൽ നൽകേണ്ടത്. അപ്പീൽ നൽകേണ്ടത് വിധി വന്ന് 45 ദിവസത്തിനകമായിരിക്കണം അപ്പീൽ നൽകാനുള്ളത്. വിധി വന്ന് 45 ദിവസത്തിനകമായിരിക്കണം അപ്പീൽ നൽകാനുള്ളതെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 41. അതുപോലെ തന്നെ ഈ അപ്പീൽ നൽകുമ്പോൾ മുകളിലത്തെ കോടതി അല്ലെങ്കിൽ മുകളിലത്തെ കമ്മീഷനിൽ അപ്പീൽ നൽകുമ്പോൾ പിഴ എത്രയാണോ ഈ കേന്ദ്ര അല്ലെങ്കിൽ ജില്ലാ കമ്മീഷൻ എത്രയാണോ, ജില്ലാ തർക്കപരിഹാര കമ്മീഷൻ എത്ര തുകയാണോ പിഴ തുകയായിട്ട് എത്രയാണോ വിധിച്ചത് അതിന്റെ 50% എവിടെ കെട്ടിവെക്കണം, തൊട്ട് മുകളിൽ പോകുന്ന സംസ്ഥാന തർക്കപരിഹാര കമ്മീഷനിൽ കെട്ടിവെക്കണം. എന്താണ്, പിഴത്തുകയുടെ എത്രയാണോ പിഴത്തുക വിധിച്ചത് അതിന്റെ 50% സംസ്ഥാന തർക്കപരിഹാര കമ്മീഷനിൽ കെട്ടിവെക്കണം എന്നും കൂടി ഈ സെക്ഷൻ 41 പറയുന്നുണ്ട്. എന്നാൽ മധ്യസ്ഥത മൂലമുള്ള എന്തെങ്കിലും കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മധ്യസ്ഥത ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്, അങ്ങനെ മധ്യസ്ഥത മൂലം വന്ന കേസാണെങ്കിൽ അതിലൊരിക്കലും അപ്പീൽ സാധ്യമാകില്ല. എന്താണ്, മധ്യസ്ഥതയുള്ള കേസാണെങ്കിൽ ഒരിക്കലും അതിൽ അപ്പീൽ സാധ്യമാകില്ല എന്നും കൂടി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 41. ഇതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് സെക്ഷൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നു ഫീസ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 50 ലക്ഷം രൂപ വരെയുള്ള കേസുകളാണ് എന്തെടുക്കുന്നത്, ഈ ജില്ലാ തർക്കപരിഹാര കമ്മീഷൻ എടുക്കുന്നത്. 2019 മുന്നത്തെ നിയമത്തിൽ വരെ അത് 1 കോടി രൂപയായിരുന്നു, അതിപ്പോ 50 ലക്ഷം രൂപ ആക്കി കുറച്ചിട്ടുണ്ട്. ഇനി ഓരോന്നിന്റെയും ഫീസ് എത്ര ലക്ഷം രൂപ വരെ എത്ര ഫീസ് നമ്മൾ കൊടുക്കണം, അപേക്ഷാ ഫീസായിട്ട് എത്രയാണ് കൊടുക്കാനുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ 5 ലക്ഷം രൂപ വരെയുള്ള കേസുകളാണെങ്കിൽ, ഫസ്റ്റ് വൺ ഈസ് 5 ലക്ഷം രൂപ വരെയുള്ള കേസുകളാണെങ്കിൽ അപേക്ഷാ ഫീസ് ഇല്ല. ഓക്കെ, 5 ലക്ഷം രൂപ വരെയുള്ള ഫീസുകളാണെങ്കിൽ 5 ലക്ഷം രൂപ വിലമതിക്കുന്ന കേസാണെങ്കിൽ, അങ്ങനെയുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്ന കേസാണെങ്കിൽ അതിനെന്തില്ല, ഫീസ് ഇല്ല. പകരം 5 കൂടുതലായിട്ട് 5 ലക്ഷം രൂപയിൽ കൂടുതലും എന്നാൽ 10 ലക്ഷം രൂപ വരെയുള്ള കേസാണെങ്കിൽ എന്താണ്, 200 രൂപയാണ് ഫീസ്.
5 to 10 200 ഇനി അടുത്ത് വരുന്നത് എന്ന് വെച്ചാൽ 10-ൽ കൂടുതൽ അല്ലെങ്കിൽ 20 വരെ. 10-ൽ കൂടുതൽ 20 ലക്ഷം വരെയുള്ള കേസാണെങ്കിൽ 400. ഇനി 20 ലക്ഷത്തിന് പുറത്ത് അത് കഴിഞ്ഞ് അത് ഇവിടം വരെ വരും. 20 ലക്ഷത്തിന് പുറത്ത് 50 ലക്ഷം രൂപ വരെയാണെങ്കിൽ അതിനുള്ള ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1000 രൂപയാണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. 5 ലക്ഷം രൂപ വരെ ഫീസ് ഇല്ല. 5 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം രൂപ വരെ 200 രൂപയാണ് ഫീസ്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 20 ലക്ഷം രൂപ വരെ 400 രൂപയാണ് ഫീസ്. അതുപോലെ തന്നെ 20 ലക്ഷത്തിന് മുകളിൽ 50 ലക്ഷം രൂപ വരെ 1000 രൂപയാണ് ഫീസ് എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക.